നമസ്കാരം. നിത്യജീവിത വ്യവഹാരങ്ങളിൽ പോലും രാഷ്ട്രീയ വിശകലന സാധ്യത ആരായാൻ കഴിയും വിധം പ്രബുദ്ധമാണ് കേരളത്തിൻ്റെ മനസ്സ്. പ്രത്യേകിച്ചും കൊല്ലം. കേരള രൂപവൽക്കരണത്തിന് മുമ്പും പിൻപും ഒരിക്കലൊഴികെ എല്ലാ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലും പക്ഷേ അവിടെ കൊല്ലത്ത് ഇടതു പാർട്ടികളെ മാത്രം വിജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമുണ്ട്. ആ കൊല്ലം പാർലമെൻറ്റ്, ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഇരവിപുരം. എന്നാൽ പാർലമെൻറ്റിലെത്തുമ്പോൾ അത് പലപ്പോഴും മറിച്ചാകുന്ന സാധ്യതയും. 1991 രാജീവ് ഗാന്ധി തരംഗത്തിൽ മാത്രമാണ് ഇരവിപുരത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചത് എന്നുള്ളത്. മുസ്ലിം ലീഗിലെ PKK ബാബ 52-ലും 57-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിച്ച ഇരവിപുരത്ത് 60-ലും 64-ലും RSP ആണ് വിജയം നേടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഖ്യ ശത്രുവായി കണ്ട RSP 59-ൽ ഒന്നാം EMS സർക്കാരിനെതിരായിട്ടുള്ള വിമോചന സമരത്തിൻ്റെ മുന്നണിയിൽ തള്ളി നിലകൊള്ളുകയും ചെയ്തു. അത് ചരിത്ര സത്യം. 1967-ൽ CPM നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയിൽ നിന്നും 1969 മുതൽ 77 വരെ കോൺഗ്രസ് മുന്നണിയിൽ നിന്നും ഇരവിപുരത്ത് വിജയിച്ച RSP LDF രൂപം കൊണ്ട ശേഷം 80 മുതൽ 2011 വരെ ആ മുന്നണിയിൽ മത്സരിക്കുകയും 91-ലൊഴികെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുകയും ചെയ്തു. എന്നാൽ 2014-ൽ LDF വിട്ട് UDFൽ ചേർന്ന ശേഷം അവർക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം 2014-ലെയും 2019-ലെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥിയായുള്ള NK പ്രേമചന്ദ്രന് മേൽക്കൈ നൽകുകയും ചെയ്തു. ഈ പ്രതിഭാസം ഇവിടെ നേരത്തെയും കണ്ടിട്ടുണ്ട്. അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ LDF വിജയിക്കുമ്പോൾ പാർലമെൻറ്റിൽ UDF സ്ഥിരമായി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം. 1980-ൽ RSP നേതാവ് N ശ്രീകണ്ഠൻ നായർ കൊല്ലത്ത് കോൺഗ്രസിലെ BK നായരോട് തോറ്റപ്പോഴും 1984-ലും 1991-ലും കോൺഗ്രസിലെ S കൃഷ്ണകുമാർ RSPയുടെ RS ഉണ്ണിയെ പരാജയപ്പെടുത്തിയപ്പോഴും LDF പിന്നിലായിരുന്നു. എന്നാൽ 1989-ൽ RSPയിലെ ബാബു ദിവാകരൻ S കൃഷ്ണകുമാറിനോട് പരാജയപ്പെട്ടുവെങ്കിലും മണ്ഡലത്തിൽ ലീഡ് നേടി ഇരവിപുരത്ത്. പിന്നീട് 1996-ലും 98-ലും പ്രേമചന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചപ്പോഴും 99-ലും 2004-ലും CPMലെ P രാജേന്ദ്രൻ വിജയിച്ചപ്പോഴുമൊക്കെ ഇവിടെ LDFന് ലീഡ് നേടിക്കൊടുത്ത ഇടമാണ് ഇരവിപുരം. മണ്ഡല പുനർനിർണയം ഇരവിപുരത്തിൻ്റെ ഘടനയിൽ സാരമായിട്ടുള്ള മാറ്റമാണ് വരുത്തിയത് എന്നുള്ളത് വസ്തുത. കൊറ്റങ്കരയും ഇളമ്പള്ളൂറും തൃക്കോവിൽവട്ടവും മയ്യനാടും ഇരവിപുരവും വടക്കേവിള പഞ്ചായത്തുകൾ ചേരുന്നതായിരുന്നു 2009 വരെ ഇരവിപുരം. എന്നാൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഇരവിപുരം കൂടുതൽ നഗര കേന്ദ്രീകൃതമാവുകയായിരുന്നു. കോർപ്പറേഷനിലേക്ക് ചേർക്കപ്പെട്ട ഇരവിപുരം വടക്കേവിള പഞ്ചായത്തുകൾക്ക് പുറമെ മയ്യനാട് പഞ്ചായത്തും കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ ഭാഗമായി. ആ ഭാഗമായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽപ്പെട്ടുള്ള കിടികൊല്ലൂർ, മുണ്ടക്കൽ വില്ലേജുകളും ചേരുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇരവിപുരം എന്ന് പറയപ്പെടുന്ന നിയമസഭാ മണ്ഡലം കൊല്ലം കോർപ്പറേഷനിലെ 24 ഡിവിഷനുകളിലും മയ്യനാട് പഞ്ചായത്തും ചേരുന്നതാണെന്നാൽ പുതിയ ഇരവിപുരം. 24 കോർപ്പറേഷൻ ഡിവിഷനുകളിൽ 19-ഉം മയ്യനാട് പഞ്ചായത്തിലെ 23 വാർഡുകളിൽ 14-ഉം LDFൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ M നൌഷാദ് വിജയിച്ചത് 28,121 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇവിടെ 16-ൽ അദ്ദേഹം വിജയിച്ചത് 22,803 വോട്ടുകൾക്കും. 2 തവണയും നൌഷാദ് പരാജയപ്പെടുത്തിയതാകട്ടെ RSP പ്രതിനിധികളെ. 2016-ൽ നൌഷാദിന് 60,392 വോട്ടുകൾ ലഭിച്ചപ്പോൾ RSPയിലെ A അസീസിന് ലഭിച്ചത് 36,589 വോട്ടുകളാണ്. 2021-ൽ നൌഷാദ് 71,573 വോട്ടുകൾ നേടിയപ്പോൾ ബാബു ദിവാകരൻ നേടിയത് 43,452 വോട്ടുകൾ. അതേസമയം 2009-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പീതാംബരക്കുറുപ്പ് ഇരവിപുരത്ത് 43,898 വോട്ടും CPMലെ P രാജേന്ദ്രൻ 47,090 വോട്ടും നേടി. പ്രേമചന്ദ്രൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച 2014-ലെ തിരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം ഇരവിപുരത്ത് 52,580 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി MA ബേബിക്ക് 47,936 വോട്ടാണ് ലഭിച്ചത്. 2019-ൽ പ്രേമചന്ദ്രൻ ഇരവിപുരത്തെ വോട്ട് ഭേദം 67,892, LDFലെ KN ബാലഗോപാലിന് 44,162 വോട്ടും മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ M മുകേഷിന് വേണ്ടി CPM ഹൈ വോൾട്ട് പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുകേഷിൻ്റെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് ഇരവിപുരം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള O മാധവൻ നീണ്ട 18 വർഷം ഇരവിപുരം മണ്ഡലത്തിൽപ്പെടുന്ന വടക്കേവിള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്നു. മുകേഷിൻ്റെ വ്യക്തി സൗഹൃദ കുടുംബ ബന്ധങ്ങളേറെയും ഈ ഇരവിപുരത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂനപക്ഷ മേഖലയിലെ അനുകൂല ചലനങ്ങൾ ഇരവിപുരത്ത് LDFന് ഗുണം ചെയ്യുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഇക്കുറി ഇരവിപുരത്ത് വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് UDF. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിഷേധ വോട്ടുകൾ അനുകൂല തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നാണ് UDF പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത്. BJPക്ക് കാര്യമായിട്ടുള്ള ചലനമുണ്ടാക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ഇരവിപുരം. 2009-ൽ 3,856 വോട്ടും 2014-ൽ 6,864 വോട്ടും 2019-ൽ 11,488 വോട്ടുകൾ മാത്രമാണ് BJPക്ക് ഇരവിപുരത്ത് നേടാൻ കഴിഞ്ഞത്. ഇക്കുറി UDFും LDFും ഒപ്പത്തിനൊപ്പം എന്നുള്ള
എന്നാണ് നിഷ്പക്ഷ നിരീക്ഷകരുടെ വിലയിരുത്തൽ തന്നെ വരുന്നത്. പക്ഷേ നിത്യജീവിതത്തിൽ എപ്പോഴും വളരെ വലിയ വ്യവഹാരങ്ങൾ പോലും രാഷ്ട്രീയ വിശകലനം നടത്തുന്ന പ്രബുദ്ധരായ മലയാളികളുടെ നാടാണ് കേരളമെന്ന് പറയപ്പെടുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിൻ്റെ മനസ്സ് പ്രത്യേകിച്ചും വായിച്ചെടുക്കുവാൻ കഴിയുന്നതിൽ ഇടതുപക്ഷത്തോട് ചായ്വ് കാണിയിട്ടുള്ളത് കൊല്ലം നിയോജക മണ്ഡലമാണ്. കൊല്ലം നിയോജക മണ്ഡലത്തിലുള്ള ഇരവിപുരം എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ചാഞ്ഞും ചരിഞ്ഞും നിൽക്കാറില്ല. അതെപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം നിലനിർത്തി പോകുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒക്കെ പല വിജയങ്ങളും അവിടെ നിന്ന് UDF നേടുമ്പോഴും ആ വിജയങ്ങളിലൊക്കെ ഒരു പങ്കാളി പക്ഷേ അപ്പോഴൊക്കെ ഇരവിപുരത്ത് നിന്ന് ലഭിക്കാറുമുണ്ട്. എന്നാൽ അസംബ്ലി നിയോജകമണ്ഡലം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇരവിപുരത്തിൻ്റെ മുഖം മാറുന്നു, അവർ കളം മാറുന്നു, അവർ കമ്മ്യൂണിസ്റ്റിനെ മാത്രം വിജയിപ്പിച്ചു വിടുന്ന ഒരു മണ്ഡലമായി മാറുന്നു. പക്ഷേ RSPയുടെ സാന്നിധ്യമുള്ളപ്പോൾ RSP അല്ലാത്തപ്പോൾ CPMനെയും വിജയിച്ചു വിടുന്ന ഒരു മണ്ഡലമായി ഇരവിപുരം മാറുന്ന പ്രത്യേകതകളുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വിഹിതം നേടിയെടുക്കുവാൻ NK പ്രേമേന്ദ്രൻ, UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമേന്ദ്രൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇരവിപുരം എന്നുള്ളത്. ആ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണയും ഈ പറയുന്ന UDFനോട് അല്ലെങ്കിൽ NK പ്രേമേന്ദ്രനോട് അല്ലെങ്കിൽ RSPയോട് യോജിച്ചു നിന്ന മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുകേഷിൻ്റെ കുടുംബ വീടടക്കമുള്ള സ്ഥിതി ചെയ്യുന്ന ഏരിയയാണ് ഈ പറയുന്ന ഇരവിപുരം എന്ന് പറയപ്പെടുന്നത്. സാമൂഹിക സിനിമ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്നത് മുകേഷിന് ഈ ഇരവിപുരം മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇരവിപുരത്തിൻ്റെ സാധ്യത വളരെ വലുതാകുമെന്നും അവിടെ നിന്ന് വോട്ട് വിഹിതം കൂടുതൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുമുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് മുകേഷും. അതുപോലെ തന്നെ വളരെ വലിയ ശുഭപ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം UDFും നിൽക്കുന്നത്. കാരണം UDFൻ്റെ സാധ്യതകളെ പിന്നോട്ടടിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരിടം കൂടിയാണ് ഈ ഇരവിപുരം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച 2014 2019 അദ്ദേഹത്തിന് വോട്ട് വിഹിതം കുത്തനെ കൂട്ടിയെടുക്കാൻ കഴിഞ്ഞ ഒരിടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ ന്യൂനപക്ഷ മേഖലയിലെ അനുകൂല ചലനങ്ങൾ ഇവിടെ ഇരവിപുരത്തെ LDFന് ഗുണം ചെയ്യുമെന്ന് അവർ കരുതുമ്പോൾ ഇരവിപുരത്തെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് UDF മുന്നോട്ട് പോകുന്നത്. BJPക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ് ഇരവിപുരം എന്ന് പറയപ്പെടുന്നത്. എന്തായാലും 2024 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ മുൻപ് സംവാദം എന്ന് പറയപ്പെടുന്ന പരിപാടികളിലൂടെ പറഞ്ഞതുപോലെ UDFന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം എന്ന് പറയപ്പെടുന്നത്. ആ കൊല്ലത്തുള്ള പ്രത്യേകത NK പ്രേമേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ജനങ്ങളോട് ഇടപെട്ടുള്ള ജനഹൃദയം അറിയുന്ന ജനജീവിതം മനസ്സിലാക്കിയിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ വളരെ ജനകീയനായിട്ടുള്ള NK പ്രേമേന്ദ്രനായിരിക്കും കൊല്ലത്ത് നിന്ന് മത്സരിച്ച് വിജയിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇരവിപുരവും പ്രേമേന്ദ്രന് സ്വന്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മുകേഷിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളതും പ്രേമേന്ദ്രൻ്റെ സാധ്യതകൾ അതിലും മുകളിലാണ് എന്നുള്ളതുമാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത്.